Hi, this is Basil. Welcome to new episode of Green Museum. ഇന്ന് നമ്മൾ ബയോലാർക്ക് കേരളത്തിൽ അത്ര പരിചിതമല്ല, ടെറേറിയത്തിന് വളരെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്ലാസ് ജാറാണ് ബയോലാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രൊസീജിയറായിട്ട് നമ്മൾ ഈ ബയോലാർക്കിൻ്റെ ഈ ഗ്ലാസ് ജാറിലേക്ക് ഗ്രേവൽ ആഡ് ചെയ്യാണ്. നമ്മളിനി കുറച്ച് ചാർക്കോൾസ് ഇടുകയാണ്. ടോക്സിക് ആയിട്ടുള്ളൊരു കെമിക്കൽസ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ ആക്ടിവേറ്റഡ് ചാർക്കോൾ നല്ലതാണ്. ഓക്കെ, ഇനി നമുക്ക് സോയിൽ കുറച്ച് ആഡ് ചെയ്യാം. ഇതിലാണ് നമ്മുടെ ഹാർഡ്സ്കേപ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് പെട്രിഫൈഡ് വുഡ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോൺ ആണ്. ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഹാർഡ്സ്കേപ്പ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഭയങ്കര ഒരു വുഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു റോക്കാണ്, ഒരു ചെറിയ സ്റ്റോൺസ് ആണ്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ സ്റ്റോൺ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മുടെ ഈ പെട്രിഫൈഡ് സ്റ്റോൺസ് ആക്ച്വലി ഇത് വുഡ്സ് ആണ്. വുഡുകൾ കാലക്രമേണ സമയമെടുത്ത് കുറേ മിനറൽസ് ഒക്കെ ആഡ് ചെയ്ത് ഭയങ്കര ഹാർഡായി മാറുന്നതാണ്. അതാണ് ഇതിപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്ത്, ഇപ്പോൾ തമിഴ്നാട്ടിലും അവിടെയൊക്കെ കുറേ സ്ഥലങ്ങളിൽ, രാജസ്ഥാനിലൊക്കെ കണ്ടുവരുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു വുഡൻ ഫോസിലായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. അത് വെച്ചിട്ടാണ് ഇത് കൂടുതലായിട്ടും അക്വേറിയത്തിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളതാണ് ഈ ടെറേറിയത്തിലേക്ക് എടുത്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ ഹാർഡ്സ്കേപ്പിംഗ് ഇപ്പോൾ ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് വേണ്ടത് പ്ലാന്റിങ് ആണ്. ഓക്കെ, നമ്മൾ ഈസി ആയിട്ട് ഒരു ഹാർഡ്സ്കേപ്പിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പെർസ്പെക്റ്റീവ് ഒക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പ്ലാന്റിങ്ങിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ആദ്യം കുറച്ച് മോസുകൾ, നമ്മുടെ ഗ്രൗണ്ട് മോസുകൾ കുറച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫോർഗ്രൗണ്ട് ഏറ്റവും ഫ്രണ്ടിലൊക്കെ ആയിട്ട് നമ്മൾ ആ മോസാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മോസ് മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞു. മോസ് മൊത്തം ആഡ് ചെയ്തു. നമുക്കിനി നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് കുറച്ച് സെലാജിനല്ല വെറൈറ്റീസ്, പിന്നെ ബോൾ ബൈറ്റേഴ്സ് എന്ന് പറഞ്ഞ ഫേൺ. അപ്പോൾ ഈ രണ്ട് ഫേണുകളാണ് ഇതിലേക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ,
നമ്മൾ ആദ്യം ഇതിലൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഇറക്കി പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് അത് പോകും. അപ്പോൾ നമ്മുടെ ടെറേറിയം ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ബയോലാർക്ക് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ,